ഹലോ ഫ്രണ്ട്സ്, ഗേറ്റ് 2021 പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 14 മുതൽ 30 വരെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന സമയം. ലാസ്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് ലേറ്റ് ഫീസ് അടച്ചുകൊണ്ട് ഒക്ടോബർ 7 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമിനേഷൻ വെന്യൂ ഓർ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നതിന് നവംബർ 13 വരെ സൗകര്യവുമുണ്ട്. ഫെബ്രുവരി 5 മുതൽ 14 വരെയാണ് എക്സാം ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപായി ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഗേറ്റ് എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകരിക്കും. 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസുമാണ് ഈ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അസസ് ചെയ്തതിന് ശേഷം മാത്രം കൊടുത്തിരിക്കുന്ന സൊല്യൂഷനിലോട്ട് പോവുക. ഈ അസസ്മെന്റ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനും അതുവഴി ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തുടങ്ങാനായിട്ടും സാധിക്കും. ഇനി നമുക്ക് അസസ്മെന്റ് ടെസ്റ്റിലേക്ക് പോകാം. First question. For a saturated cohesive soil, a triaxial test yields the angle of internal friction as 0. The conducted test is options A. Consolidated drained test, B. Consolidated undrained test, C. Unconfined compression test, D. Unconsolidated undrained test. ഇത് 1 mark question ആണ്. Second question. Ultimate BOD of a river water sample is 20 mg per liter. The BOD rate constant is 0.15 day. The respective values of BOD in percentage exerted and remaining after 7 days are options A. 45 and 55, B. 55 and 45, C. 65 and 35, D. 75 and 25. ഇത് 2 marks question ആണ്. Question number 3. For a plane stress problem, the state of stress at a point P is represented by the stress element as shown in figure. Figure കൊടുത്തിട്ടുണ്ട്. By how much angle in degrees the stress element should be rotated in order to get the planes of maximum shear stress. 2 marks question ആണ്. മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്നാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ഗേറ്റിന് ചോദിക്കാറുണ്ട്. Then question number 4. The compound which is largely responsible for initial setting and early strength gain of ordinary Portland cement is options A. C3A, B. C3S, C. C2S, D. C4AF. ഇത് 1 mark question ആണ്. സിമെന്റിന്റെ 4 കോമ്പൗണ്ട്സ് ആണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗ്രൂപ്പ് 1 ലിസ്റ്റസ് ടൂൾസ് ഓർ ഇൻസ്ട്രുമെന്റ് വൈൽ ഗ്രൂപ്പ് 2 ലിസ്റ്റസ് ദ മെത്തേഡ് ഓഫ് സർവൈ. ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ടൂൾസ് ആണ്, സർവൈങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവൈങ് ആണ്. സോ അത് ജോയിൻ ചെയ്യുക, അത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 1 mark ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 6. In Marshall method of mixed design, the coarse aggregate, fine aggregate, fines and bitumen having specific values of specific gravity 2.6, 2.7, 2.65 and 1.01 are mixed in the relative proportions of 55, 35.8, 3.7 and 5.5 respectively. The theoretical specific gravity of the mix and the effective specific gravity of the aggregate in the mix respectively are options A. 2.42 and 2.63, B. 2.42 and 2.78, C. 2.42 and 2.93, D. 2.64 and 2.78. 2 marks question ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 7th question. For the plane frame with an overhanging as shown below, assuming negligible axial deformation, the degree of static indeterminacy is options A3, B9, C7, D6. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഗേറ്റിന് കാണാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ 1 mark ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. Effective stress friction angle
of a saturated cohesionless soil is 38 degree. The ratio of shear stress to normal effective stress on the failure plane. Options: A 0.781, B 0.616, C 0.488, D 0.438. The 1 mark question ആണ്. Question: The following data are given for the laboratory sample. Sigma 0 equal to 175 kilopascal, E0 equal to 1.1, sigma 0 plus delta sigma 0 equal to 300 kilopascal, E equal to 0.9. If the thickness of clay specimen is 25 mm, the coefficient of volume compressibility is dash into 10 raised to minus 4 meter square per kilonewton. ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഇല്ല. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. കൺസോളിഡേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10 ഇത് ലിങ്ക്ഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. 10നും 11നും. ക്വസ്റ്റ്യൻ നമ്പർ 10നും 11നും ഒരു ലിങ്ക് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അസ്യൂം സ്ട്രെയിറ്റ് ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് പാരാബോള ഫോർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആസ് ഫോളോസ് ആൻഡ് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആസ് 1. ഫിഗർ തന്നിട്ടുണ്ട്. Then a rectangular under reinforced concrete section of 300 mm width and 500 mm effective depth is reinforced with 3 bars of grade Fe 415 each of 16 mm diameter. Concrete mix is M20. So 10th question idana: the depth of the neutral axis from the compression fiber is. Options: A 76 mm, B 81 mm, C 87 mm, D 100 mm. ഈ ക്വസ്റ്റ്യനിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11: ദ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഒബ്റ്റെയിൻ ആസ് പെർ IS 456/2000 ഡിഫേഴ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഒബ്റ്റെയിൻഡ് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 10 ബൈ ഓപ്ഷൻസ്: A 15 mm, B 20 mm, C 25 mm, D 32 mm. 2 ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12: The Froude number of flow in a rectangular channel is 0.8 meter. If the depth of the flow is 1.5 meter, the critical depth is. The numerical answer type question ആണ്. 2 mark question ആണ്. Fluid mechanics നിന്നുള്ള question ആണ്. 13th question: Group 1 contains parameters and Group 2 lists methods or instruments. 2 ഗ്രൂപ്പ് ആണ്. Match the following ആണ്. ഇത് WRE എന്നുള്ള question ആണ്. So 2 marks question ആണ്. ഗ്രൂപ്പ് 1 പാരാമീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് 2 അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ടു മെഷർ അതാണ് കൊടുത്തിരിക്കുന്നത്. സോ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ജനറൽ ആപ്റ്റിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്ത പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: P, Q, R, S, T, U are seated around a circular table. R is seated 2 places to the right of Q. P is seated 3 places to the left of R. S is seated opposite U. If P and U now switch seats, which of the following must necessarily be true? Options: A P is immediately to the right of R. Option B T is immediately to the left of P. Option C T is immediately to the left of P or P is immediately to the right of Q. Option D U is immediately to the right of R or P is immediately to the left of T. 2 marks question ആണ്. Last question: The inverse of the matrix. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനാണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/3 മാർക്സ് എറർ പറ്റിയാൽ പോകുന്നതാണ്. 2 മാർക്സ് ക്വസ്റ്റ്യനിൽ 2/3 മാർക്സ് ഡിഡക്റ്റ് ആവും. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഫീൽഡും എല്ലാ ടോപ്പിക്സും സബ്ജക്ട്സും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കോറ് നിന്ന് നിങ്ങളുടെ ലെവല് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 18 to 25 മാർക്സ് കിട്ടിയവർ എക്സലൻ്റ് ആണ്. അതായത് ഈ രീതിക്ക് തന്നെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് പോവുക. ഉറപ്പായിട്ടും ഒരു നല്ല ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 17 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് ഗുഡ് പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസ് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. ഗേറ്റ് സ്കോർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. 6 to 11 കിട്ടിയ സ്റ്റുഡൻസ് ആവറേജ് പെർഫോമൻസ് ആണെങ്കിലും കുറച്ചുകൂടെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. ബിലോ 6 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് പുവർ പെർഫോമൻസ് ആണ്. ഇപ്പോൾ തന്നെ ഗേറ്റ് 2021 വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക.
എല്ലാ സ്റ്റുഡൻസിനും ഗേ 2021 നല്ല സ്കോറോടുകൂടി ക്വാളിഫൈ ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.